let the point P of the focal chord PQ of the parabola y square equal to 16x be 1 comma minus 4. If the focus of the parabola divides the chord PQ in the ratio m is to n, GCD of m comma n is equal to 1, then m square plus n square is equal to. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമുക്ക് സിംപ്ലി ഇത്രയെങ്കിലും മനസ്സിലായി കാണുമല്ലോ. എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ ഒരു പരാബോള പറഞ്ഞിട്ടുണ്ട്, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16x. ഓക്കെ ആണല്ലോ. ഈ പരാബോളയുടെ ഫോക്കൽ കോഡാണ് പി ക്യു. പോയിന്റ് പി ഇവിടെ തന്നിട്ടുണ്ട് 1,-4. ഇഫ് ദി ഫോക്കസ് ഓഫ് ദി പരാബോള, നമ്മുടെ ഈ പരാബോളയുടെ ഫോക്കസ് നമ്മുടെ ഈ പി ക്യു എന്ന് പറഞ്ഞ കോഡിനെ m/n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഫോക്കസ് നമ്മുടെ പി ക്യു എന്ന് പറഞ്ഞ കോഡിനെ m/n റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. GCD ഓഫ് m, n ഈസ് ഈക്വൽ ടു 1, ദെൻ m സ്ക്വയർ പ്ലസ് n സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ m സ്ക്വയർ പ്ലസ് n സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ പരാബോള ഉണ്ടല്ലേ, y സ്ക്വയർ ഈസ് ഈക്വൽ ടു 16x. ഇതാണ് നമ്മുടെ പരാബോള. ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം. അപ്പോൾ നമ്മുടെ പരാബോളയുടെ ഷേപ്പ് എങ്ങനെ വരും? ഇതാണ് നമ്മുടെ പരാബോള. ഓക്കെ ആണല്ലോ. y സ്ക്വയർ ഈസ് ഈക്വൽ ടു 16x ആണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ത് വരും? ഫോക്കസ് നോക്കിയേ, 16x അല്ലേ. അപ്പോൾ നമുക്ക് 4a ഈസ് ഈക്വൽ ടു 16, a ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമ്മുടെ ഫോക്കസ് 4,0 ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഫോക്കൽ കോഡ് ഉണ്ട്. ഞാൻ ഫോക്കൽ കോഡ് എന്ന് വരയ്ക്കാം. ഫോക്കൽ കോഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഏകദേശം ഫോക്കൽ കോഡ് പി ക്യു അല്ലേ. പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട് 1,-4. ക്യൂ നമുക്കറിയത്തില്ല, ഈ ഫോക്കസ് നമ്മുടെ എന്താണ്, പി ക്യുവിനെ m/n റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ m, ഇവിടെ n. ഓക്കെ, ഈ m n കണ്ടുപിടിക്കാനായിട്ട് m സ്ക്വയർ പ്ലസ് n സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? നമുക്കിവിടെ ഫോക്കൽ കോഡ് അല്ലേ, ഫോക്കൽ കോഡ് ഞാൻ ഈ കോർഡിനേറ്റിൻ്റെ T1 എന്ന് എടുക്കാം. T1 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് നമുക്കറിയാം, a/T1 സ്ക്വയർ പ്ലസ് 2a/T1 അല്ലേ. അപ്പോൾ ക്യൂവിനെ നമുക്ക് T2 എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും ഇവിടെ? a/T2 സ്ക്വയർ, 2a/T2. ഓക്കെ ആണല്ലോ. നമ്മുടെ ഫോക്കൽ കോഡിൻ്റെ കോർഡിനേറ്റ് ജനറലായിട്ട് ഇങ്ങനെയല്ലേ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇവിടെ 2a/T1 ഈസ് ഈക്വൽ ടു -4. കാരണം പി നമുക്ക് തന്നിട്ടുണ്ട് 1,-4 ആണ്. അപ്പോൾ 2a/T1 ഈസ് ഈക്വൽ ടു -4. എ നമുക്കറിയാം 4 ആണ്. അപ്പോൾ ഈ എയും ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. T1 ഈസ് ഈക്വൽ ടു -1/2. ഓക്കെ ആണല്ലോ. ഇനി നമുക്കൊരു ഫോക്കൽ കോഡിൻ്റെ കണ്ടീഷൻ തന്നെ അറിയാവുന്നതാണ്. ഈ കോർഡിനേറ്റ് T1 ആണ്, ഈ കോർഡിനേറ്റ് T2 ആണ്. അപ്പോൾ T1 ഇൻറ്റു T2 ഈസ് ഈക്വൽ ടു എത്രയാണ്? -1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? T1 നോക്കിയേ, -1/2 ഇൻറ്റു T2 ഈസ് ഈക്വൽ ടു -1. മൈനസും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് T2 എന്ത് കിട്ടും? T2 ഈസ് ഈക്വൽ ടു 2. T2 എന്ത് കിട്ടി? 2 കിട്ടി. അപ്പോൾ നമ്മുടെ ക്യൂ കോർഡിനേറ്റ് എന്ത് വരും? ക്യൂ എന്ന് പറയുന്നത് a/T2 സ്ക്വയർ. a 4 ആണ്. 4 ഇൻറ്റു T2 സ്ക്വയർ, T2 2 ആണ്. T2 സ്ക്വയർ 4, 4 ഇൻറ്റു 4 16, 2a/T2, 2 ഇൻറ്റു 4 8, 8 ഇൻറ്റു 2 16. നോക്കിയേ, ക്യൂ കോർഡിനേറ്റ് 16,16. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്കിവിടെ സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സ് കോർഡിനേറ്റ് ഇവിടെ 4 ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. m/n നമുക്ക് λ/1 എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ ലാംഡ, ഇവിടെ 1. അപ്പോൾ സെക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. mx1 എന്ന് പറയുമ്പോൾ λ
into 16 lambda plus nx1 1 into 1 divided by m plus n lambda plus 1 comma my1 lambda into 16 lambda plus ny2 1 into -4 divided by lambda plus 1 is equal to എന്ത് വരും 4,0 ഓക്കെ ആണല്ലോ. അപ്പോൾ 16 ലാംഡ -4 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. നോക്കിയേ 16 ലാംഡ -4 ബൈ ലാംഡ പ്ലസ് 1 എന്താണ് 0 ആണ്. അപ്പോൾ 16 ലാംഡ -4 ഈക്വൽ ടു 0. ലാംഡ ഈസ് ഈക്വൽ ടു 4/16 1/4. ലാംഡ എന്ത് കിട്ടി 1/4 കിട്ടി. എന്ന് വെച്ചാൽ എം ഈസ് ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. എൻ ഈസ് ഈക്വൽ ടു എന്ത് 1 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എമ്മും കിട്ടി എന്നും കിട്ടി. m² പ്ലസ് n² എന്ത് വരും m² എന്ന് പറയുമ്പോൾ 1/16 പ്ലസ് 1. നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ? അല്ല. കാരണം എന്താ ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട് നോക്കിയേ. GCD ഓഫ് m,n1 ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് m,n എന്തായിരിക്കണം 1 ആയിരിക്കണം. ഇവിടെ എമ്മിൻ്റെ എന്നിൻ്റെയും GCD എന്താണ്? ഇവിടെ എമ്മിൻ്റെ എന്നിൻ്റെ GCD എന്താണ് 1 അല്ലല്ലോ. അപ്പോൾ നമുക്ക് 1 ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എമ്മിനെ 1/4 ഇൻറ്റു 4 ചെയ്യാം. അപ്പോൾ എന്നിനെ നമ്മൾ എന്ത് ചെയ്യണം ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ എം ഈസ് ഈക്വൽ ടു 1 എന്നും എൻ ഈസ് ഈക്വൽ ടു 4 എന്നും കിട്ടും. ഇനി നോക്കിയാൽ എമ്മിൻ്റെ എന്നിൻ്റെ GCD ഇപ്പം 1 ആയില്ലേ. 1ൻ്റെയും 4ൻ്റെയും GCD എന്താണ് 1 ആണ്. ഓക്കെ. അപ്പോൾ നമുക്കിനി ഇവിടെ എന്ത് ചെയ്യാം m² പ്ലസ് n² കണ്ടുപിടിക്കാം. m² പ്ലസ് n² ഈസ് ഈക്വൽ ടു 1 പ്ലസ് 16 ഈസ് ഈക്വൽ ടു 17. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ.